ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഒരു സെക്കൻഡ് കൂടെ എല്ലാവരും കണ്ണിൽ അടച്ചു എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇന്ന് രാത്രിയിൽ നീ എന്നെ അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ 2 രാത്രിയിൽ നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിലുണ്ട്. ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിനമായ മഹാനാളിൽ കർത്താവായ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വരട്ടെ, എന്നെ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന വചനപ്രകാരം ഇന്ന് രാത്രിയിൽ ദൈവമക്കളായി നമ്മൾ ഒരുമിച്ച് യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് ഒരുമിച്ച് അടുത്തിരുന്നാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ആരും മൗനമായിരിക്കരുത്. വിശ്വാസത്തോടെ ഒരു സെക്കൻഡ് ദൈവസഭയെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സ്പർശിക്കുവാൻ, അവൻ നമ്മളെ തൊടുവാൻ, അവൻ്റെ ആത്മാവിൻ്റെ കരമയച്ച് നമ്മളെ വെടിവിപ്പാൻ. നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മൈലുകൾക്ക് അകലെയുള്ള നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ ബിസിനസ് സെക്ടറിൽ, നിങ്ങളുടെ ജോലി മണ്ഡലത്തിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ, നിങ്ങളുടെ കുടുംബം ആഗ്രഹിക്കുന്ന സ്ഥലത്ത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പാർക്കുന്ന ഇടത്തിൽ, കുഞ്ഞുങ്ങൾ പഠിക്കുന്ന പഠന സ്ഥാപനത്തിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിലുള്ള വിടുതലിനെ രാത്രിയിൽ വെളിപ്പെടുവാൻ എല്ലാവരും പ്രാർത്ഥിച്ചാണ്. ഞാൻ വിശ്വസിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിന്റെ രക്തത്താൽ വചനത്താൽ സകല പൂരികളെ ഞങ്ങൾ ശാസിക്കുന്നു, സകല ബന്ധനങ്ങളെ ഞങ്ങൾ ശാസിക്കുന്നു. ആത്മീയ അനുഗ്രഹത്തിന് തടസ്സമായി പട്ടണത്തിൽ വ്യാപരിക്കുന്ന പിശാചിന്റെ കോട്ടകളെ സ്വർഗ്ഗത്തിൽ പൂരിക്കുന്ന നാഥനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ശാസിച്ച് അധികാരത്തോടെ ഞങ്ങൾ ജയമെടുക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചാൽ എല്ലാവരും നാവുകളെ ഉയർത്തി ശബ്ദം ഉയർത്തി Oh, praise you, praise you, praise you, hallelujah. Udaradana, Hastaradana, Vajradana, Siadana, Adura Prabhavana, Savanana, Prabhavana, Parishutana, Sanitana, Abhishekana, Maya Padua, Abhishekana, Maya Padua, Purikana, Harapana, Nari, Yara Padua, Nari, Yandra, Hopefully, Harapana, the Yatria. Oh, we praise you, we praise you, we praise you, we praise you. Hallelujah, 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 hallelujah. Oh, the feel the presence of God, feel the presence of God right now. God is here, He is going to touch you right now. He is showing that now that the Kathamina Tuduva Koya. ശരീരത്തിലെ രോഗലക്ഷണങ്ങൾ ഇപ്പോൾ തന്നെ തകരപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകുവാൻ. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തന്തിരുമാവിൽ നിത്യവും ചാരിടും ഞാൻ. എത്ര അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തന്തിരുമാവിൽ നിത്യവും ചാരിടും ഞാൻ. എത്ര ബോധമായി താൻ വാഴുക ആകുലമില്ല നാളെ എന്നെ ഭീതിയില്ല ഭാവിയല്ല കയ്യിലെന്നോ ആയത്ര
വിശ്വാസമുണ്ട്? എത്ര പേര് രാത്രിയിൽ പാട്ടിന്റെ വരികളിലെ അർത്ഥങ്ങൾ മനസ്സിലാക്കി വിശ്വസിക്കുന്നുണ്ട്? നാളെയെക്കുറിച്ച് എനിക്ക് ഭീതിയില്ല. പ്രതികൂലം വരട്ടെ, പ്രശ്നം വരട്ടെ, രോഗം വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, വ്യക്തികൾ എതിരാകപ്പെടട്ടെ, നന്മകൾ തടസ്സപ്പെടട്ടെ, നാളെയെക്കുറിച്ച് എനിക്ക് ഭീതിയില്ലെന്ന് ഇന്ന് രാത്രി വിശ്വാസത്തോടെ എത്ര പേർ പറയപ്പെടുമോ? അവന്റെ ശരീരങ്ങളുടെ ദൈവശക്തിയാകുന്നത് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ വെളിപ്പെട്ടു വരുമോ? ഞങ്ങളുടെ നല്ല പിതാവേ, ഈ നല്ല രാത്രിയിൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ വാചകത്തിന്റെ ആഴങ്ങളിൽ ഇറങ്ങുവാൻ ഞങ്ങൾ ഒരുമിച്ചെടുത്തു വരുന്നു. നിന്റെ വചനം ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണം. വചനത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ സ്വതന്ത്രമാക്കണം. ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് നീ ഞങ്ങളെ മടക്കി വരുത്തണമേ. വിടുതലിന്റെ ശക്തി ഞങ്ങളിൽ പകരുന്നതിനാലെ സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനാലെ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. എത്ര പേർ ദൈവ സാന്നിധ്യം അറിയുന്നുണ്ട്? ഈ അവസാനത്തെ ദിവസത്തിലും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ നടുവിലുണ്ട്. ഈ പ്രത്യേക കൂട്ടങ്ങൾക്ക് എന്നെ വിളിച്ച പ്രിയ ന്യൂ ലൈഫ് മിനിസ്ട്രീസിന്റെ ഡയറക്ടറായിരിക്കുന്ന പ്രിയ ജോൺസൺ ഡാനിയേൽ അവരുടെ കുടുംബത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ജോൺസൺ ഡാനിയേൽ എൻ്റെ ജോസ് അങ്കിളാണ്. ആമേൻ. എൻ്റെ ലിറ്ററലി എൻ്റെ അങ്കിൾ തന്നെയാണ്. എൻ്റെ മമ്മിയും പ്രിയ ജോസ് അങ്കിളും ഫസ്റ്റ് കസിൻസാണ്. എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഫാമിലിയായി മിനിസ്ട്രി ലൈഫിൽ ഒത്തിരി പേരെ റോൾ മോഡലായി കാണാറുണ്ട്. പാസ്റ്റേഴ്സിനെ, ദൈവദാസന്മാരെ. ഞങ്ങൾ ഫാമിലിയായി ഒരു ഫാമിലിയെ റോൾ മോഡലായി കണ്ടത് പ്രിയ അങ്കിളിനെ ആൻറ്റിയാണ്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇതിൽ ഒത്തിരി കാരണങ്ങളുണ്ട്. എൻ്റെ വൈഫ് സ്മിത, ഞങ്ങളുടെ മാരേജ് നടത്തിയത് പ്രിയ ജോസങ്ങളാണ്. എൻ്റെ മൂത്ത മകൾ ആഷ്ലി, അവളെ ഡെഡിക്കേറ്റ് ചെയ്തത് ജോസങ്ങളാണ്. എൻ്റെ ഇളയ മകൾ ഇവാഞ്ചലിൻ, അവളെ ഡെഡിക്കേറ്റ് ചെയ്തതും ജോസങ്ങളാണ്. അങ്ങനെ ആത്മീയമായി നല്ലൊരു ബന്ധമുണ്ട് ഞങ്ങളുടെ ശാരീരിക ബന്ധത്തേക്കാൾ. ഞങ്ങളുടെ ആത്മീയ ബന്ധവും ശാരീരിക ബന്ധവും ഒക്കെ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആരംഭിക്കുന്നത് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലാണ്. എൻ്റെ പപ്പ പാസ്റ്ററായിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ മിനിസ്ട്രിയോടായിരുന്ന സമയത്ത് ഈ ബന്ധങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുവാൻ കഴിഞ്ഞിട്ടില്ല. പല സ്ഥലങ്ങളിൽ ഞങ്ങൾ മിനിസ്ട്രിയിലായിരുന്നു. അങ്ങനെ അവസാനം വേങ്ങൂർ സെൻറ്ററിലെ ഒരു പാട്ടായി മാറ്റപ്പെട്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് സഹകരിപ്പാനും ആത്മീയ ബന്ധത്തിലാകുവാനും കർത്താവ് അവസരം നൽകി തന്നത്. ന്യൂ ലൈഫ് മിനിസ്ട്രിയുടെ ഒരു പാർട്ടായിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരിയുടെ ഫാമിലിയിലെ ഒരു മെമ്പറാണെന്ന് പറയുന്നത് ഞാൻ അതിലേറെ അഭിമാനിക്കുന്നു. അതിൽ ഞാനിവിടെ പഠിച്ചതാണ്, ഞാനിവിടെ ഗ്രാജുവേറ്റ് ചെയ്തതാണ്, ഞാനിപ്പോൾ അവിടെ പഠിപ്പിക്കുന്നുണ്ട് 2 ദിവസം. മാത്രമല്ല അതല്ലാതെ ഞാൻ മറ്റു പല സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ ശുശ്രൂഷയുമായി ബന്ധത്തിലായിരുന്നു. കഴിഞ്ഞ 12 വർഷമായി ഫുൾ ടൈം മിനിസ്ട്രിയിലായിരിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ വിളിച്ചു, വേർതിരിച്ചു. ദൈവിക ശുശ്രൂഷയിൽ പല സ്ഥലങ്ങളിലായിരിക്കാൻ പല ഭാഷക്കാരോട് ദൈവത്തിൻ്റെ വചനം സംസാരിക്കാൻ അവസരം തന്നു. ഞാൻ ഓരോ വീക്കെൻഡിലും ഓരോ സ്ഥലത്താണ്. ഞാനൊരു ഇറ്റർനൽ ഇവാഞ്ചലിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു, ഞാനിവിടെ നിൽക്കുമ്പോൾ ഈ അമേരിക്കയിലെ ഓരോ സ്റ്റേറ്റിലും നിൽക്കുമ്പോൾ ഇതൊരു പ്രിവിലേജായിട്ടാണ് ഞാൻ കാണുന്നത്. നിങ്ങളൊക്കെ കാണുന്നത്, നിങ്ങളൊക്കെ എൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പദവിയാണ്. കാര്യം അതിൻ്റെ പിന്നിൽ കാരണം എന്താണെന്ന് എനിക്കറിയാം. ഞാനൊരു അനുഭവം പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനൊന്നും ഇരിക്കത്തില്ല, പ്രസംഗിക്കേണ്ട കാര്യമില്ല, നിങ്ങളെല്ലാം ആത്മാവിലാണ്. പക്ഷെ അതിലേക്ക് ഞാൻ കടക്കപ്പെടുന്നില്ല. കർത്താവിന് വേണ്ടി കഷ്ടപ്പെടുവാൻ, കർത്താവിന് വേണ്ടി അവൻ്റെ പാളയത്തിൽ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവിനെ പഠിപ്പിച്ചു. ഒത്തിരി അവസരങ്ങൾ എനിക്ക് അമേരിക്ക വരാൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വരുവാൻ ഞാൻ താല്പര്യപ്പെട്ടിട്ടില്ല. എന്നോട് ജോസഫ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ആൻറ്റി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സ്നേഹത്തോടെ ഇത് പറഞ്ഞു, ജോസഫ് പറഞ്ഞു നോ, ദൈവത്തിൻ്റെ സമയമുണ്ട്, അത് ഞാൻ വിശ്വസിക്കുന്ന കൂട്ടത്തിൽ. ഇപ്പോഴും എൻ്റെ മനസ്സ് തിന്നുകയാണ് എങ്ങനെയെങ്കിലും തമിഴ്നാട്ടിൽ പോകണമെന്ന്. അതുകൊണ്ട് ഞാൻ 4 മാസം മാത്രമേ ഞാൻ ഇവിടെ നിൽക്കുന്നുള്ളൂ. എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രാഗൽഭ്യമുണ്ട്. നിങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരു ശുശ്രൂഷകനായി, ഒരു പാസ്റ്ററായി, ഒരു പ്രസംഗിയായി നിങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ശക്തമായ പ്രാഗൽഭ്യം എനിക്കുണ്ട്. പ്രിയ ഷാജി അലി പാസ്റ്ററൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാര്യം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ പിതാവിനോടൊപ്പം എൻ്റെ പപ്പായും അതേ കാലയളവിൽ തന്നെ IBCയുടെ ശുശ്രൂഷകനായിരുന്നു. ഞങ്ങൾക്കിപ്പോൾ മക്കൾക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ ഉയർത്താൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. മറ്റനുഗ്രഹീതരായ ദൈവദാസന്മാർ വന്നല്ലോ, ഞാൻ അവരോട് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി തിരക്കിൻ്റെ നടുവിൽ തിരക്കെല്ലാം മറ്റേ ആത്മാർത്ഥതയുള്ളവർ മാത്രമാണ് ഇന്ന് രാത്രി വന്നിരിക്കുന്നത്. കാര്യം ഈ 3 ആഴ്ചയിൽ 3 സിറ്റിയിൽ വെച്ച് നടക്കപ്പെട്ട ക്രൂസൈഡിലെ ഏറ്റവും കുറച്ച് ആളുകൾ ഉള്ള കൂട്ടം ഇന്നാണ്. വിശ്വസിക്കുമെന്ന് എനിക്കില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആളുകൾ വിരുദ്ധത്തിലോ വലിയ വലിയ ക്രൂസൈഡിൽ പ്രസംഗിക്കാറുണ്ട്, ചെറിയ 10 പേരോട് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയും ദൈവത്തിൻ്റെ വ്യക്തമായ വിടുതലും വെളിപ്പെടുന്നത് കുറച്ചാളുകൾ ഒരുക്കത്തോടെ. ഒരു വ്യക്തിയെങ്കിലും വിടുതൽ പ്രാപിച്ചില്ലേ ക്രൂസൈഡ് കൊണ്ട് എന്താ അർത്ഥം? ഒരു രോഗിയെങ്കിലും സൗഖ്യമായാലും എന്തുകൊണ്ടർത്ഥം? ആളുകൾ കൂടുന്നതിലല്ല, ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് രാത്രിയിൽ നമ്മുടെ നന്ദി. ദൈവത്തിന്റെ ആത്മാ വചനം എന്നെ
ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് അത് ചിന്തിക്കാൻ പോകുകയാണ്. ഇന്നലെ രാത്രിയിൽ നമ്മൾ ചിന്തിച്ച വേദവാക്യത്തിന്റെ ബാക്കിയായിട്ടുള്ള ഭാഗമാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇന്നലെ രാത്രിയിൽ ചിന്തിച്ച ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിലെ 28-ാം വാക്യത്തിൽ കൊടുത്ത പ്രസ്താവനയായ അതിനുശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ, അതിനുശേഷമോ എന്ന പദപ്രയോഗം വരുവാൻ കാരണമായ അതിന് മുന്നോടിയായി നടക്കപ്പെടേണ്ട വിടുതലുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ രാത്രിയിൽ ചിന്തിച്ചു വരുവാനിടയായത്. ദൈവജനം ദൈവവഴി വിട്ട് അകന്നു പോകപ്പെട്ടപ്പോൾ അവർക്കുണ്ടായ ന്യായവിധികളെ കുറിച്ച് 1-ാം അധ്യായം 4-ാം വാക്യത്തിലൂടെ നമ്മൾ പഠിച്ചു. തുള്ളൽ, വെട്ടിൽ, വെട്ടിക്കിളി, പച്ചപ്പുഴി തുടങ്ങിയ പ്രശ്നങ്ങളുടെ ജീവിതത്തിലെ സകല നന്മകളും നഷ്ടപ്പെട്ടപ്പോൾ മാനസാന്തരത്തിനുള്ള ദൂത് ദൈവം കൊടുത്ത് അവരെ മനംതിരിവിലേക്ക് കൊണ്ടുവരും. അവർ ഉപവസിക്കുവാൻ തുടങ്ങി, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി, അവർ ആരാധിക്കുവാൻ തുടങ്ങി, ദൈവത്തെ അവർ അറിയുവാൻ തുടങ്ങിയപ്പോൾ ദൈവം അവരെ അനുഗ്രഹിക്കാൻ തുടങ്ങി. അതാണ് നമ്മുടെ കീ ടെസ്റ്റ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മെസ്സേജിന്റെ കോർ കണ്ടന്റ് അതാണ്. മടങ്ങി വരുവാൻ തയ്യാറാണോ? ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ ആത്മാവ് ഒരു മാനസാന്തരം ആഗ്രഹിക്കുന്നു, ഒരു മനംതിരിവ് ആവശ്യപ്പെടുന്നു. അത് പുറമെയുള്ള ജാതികളോടുള്ള ദൂതല്ലത്, ഇത് സിയോൻ മക്കളോട്, ദൈവത്തിന്റെ സ്വന്തം ജനമെന്ന സിയോൻ മക്കൾ എന്ന ഓമന പേരിനാൽ വിളിക്കപ്പെട്ട ജനത്തോടാ പറഞ്ഞത്, നിങ്ങൾ മനം തിരിയുക. ഇന്ന് രാത്രിയിൽ ഹ്യൂസ്റ്റൺ സിറ്റിയിലുള്ള എന്നോടും നിങ്ങളോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്നതും അതുതന്നെയാണ്. മനം തിരിയുക, മടങ്ങി വരിക, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുക. അത്ര വിശ്വസിക്കുന്നു. ആര് ദൈവത്തിലേക്ക് മടങ്ങി വരുമോ ദൈവം അവരെ അനുഗ്രഹിക്കുന്നു. ഇന്നലെ രാത്രിയിൽ നമ്മൾ ചിന്തിച്ചത് 2-ാം അധ്യായം അതിന്റെ 18 തൊട്ടുള്ള വാക്യങ്ങളിൽ ദൈവം അവർക്ക് മടങ്ങി വന്നവർക്ക് കൊടുക്കുന്ന വിടുതലുകളെ കുറിച്ചാണ് ഇന്നലെ രാത്രിയിൽ നമ്മൾ ഓരോന്നായി ചിന്തിച്ചത്. 5 കൂട്ടം കാര്യങ്ങൾ ഇന്നലെ രാത്രിയിൽ നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നു. നമ്പർ 1, the Lord will sell us as jealous for those who come back. ആർ മടങ്ങി വരുന്നുവോ അവർക്ക് വേണ്ടി വൈരാഗ്യത്തോടെ, തീഷ്ണതയോടെ പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതാണ് 12-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്. രണ്ടാമത്തത്, he honored his people. അവൻ ജനത്തെ ആദരിക്കുന്ന ദൈവമാണ്. ആ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുമോ അവരെ ആദരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തനായ ദൈവം. മൂന്നാമത്തെ വിഷയം, he is going to replay all the blessings that you have lost in your life when you are away from the Lord's presence. ദൈവസന്നിധിയിൽ നിന്നും അകന്നു പോകപ്പെട്ട സമയത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സകല അനുഗ്രഹങ്ങളെയും നിങ്ങൾ മടങ്ങി വരുമ്പോൾ മടക്കി തരുവാൻ അവൻ ശക്തനായ ദൈവം. അതാണ് നമ്മൾ മൂന്നാമത് ചിന്തിച്ചത്. നാലാമത് അടുത്ത വാക്യത്തിൽ നോക്കുമ്പോൾ അടുത്ത ഭാഗം നമ്മൾ കണ്ടത്, he will never make you shame among all the nations.